ചെറിയൊരു ട്രിപ്പ് സിയാറത്തൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു യാത്രക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. എവിടേക്ക് പോണേ? മൈസൂർക്ക്. ഊട്ടിക്ക് എവിടേക്ക് പോകണം എനിക്കറിയില്ല സത്യമായിട്ടും. വയനാട്ടിൽ സത്യം പറഞ്ഞാലേ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ഇയാള്, പിന്നെ നമ്മളെ 3 സുഹൃത്തുക്കളാണ്. ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മളെ യാത്ര തുടങ്ങുകയാണ്. ഊട്ടിയിൽ ഒരു മക്കാമുണ്ട്, അടിപൊളി. ഞാൻ ഒരുപാട് മുമ്പ് ഫാദിലിസ്ഥാൻ്റെ കൂടെ പോയതാണ്. അവിടെ നിങ്ങൾ പോയിക്കണം ഊട്ടിയിലെ മക്കാമിൽ. എൻ്റെ കൂടെയുള്ള ഏകദേശം ആരും പോയിട്ടുണ്ടാവില്ല. അപ്പം അവിടെയും നമുക്ക് പോകണം. നല്ലൊരു യാത്രയായിട്ട് നമുക്കിത് അവസാനിപ്പിക്കണം. അതിൻ്റെ ഇടയിൽ ഇവർക്ക് എല്ലാവർക്കും, കൂട്ടത്തിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും ഒരു നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു സമ്മാനമുണ്ട്. അത് എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ കിട്ടിയൊരു സംഭവമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരും കണ്ടോളി. പെട്രോൾ അടിക്കാൻ വേണ്ടി, പെട്രോളല്ല നമ്മളെ മറ്റേ ഗ്യാസ് അല്ലേ, CNG അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാത്രി ഏകദേശം സമയം എത്രയും 2 മണിയോടെ അടുത്തായിട്ടാ. നമ്മളെ ജാർഖണ്ഡിലെ ഭായി നമുക്ക് CNG ഭായ്. आपका नाम? ഷുഐബ് അക്തർ. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി പോയോക്കാം, വാ. അങ്ങനെ ഒരു മണിക്കൂർ മാത്രം നമ്മൾ യാത്ര ചെയ്ത് ഇവരോട് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ മക്കാമിലേക്കറ്റേ പോണത്, അവിടെ കിടന്നുറങ്ങാനൊക്കെ എന്നൊക്കെ വിചാരിച്ചിക്കണേ. അപ്പോൾ വയനാട് ചുരം കയറി, താമരശ്ശേരി ചുരം കയറിയ ഉടനെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് രാവിലെ കാണാം. ഇപ്പോൾ രാത്രി 3 മണിയായിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഇതിൻ്റെ അടിപൊളി സ്ഥലങ്ങളും ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം. ഇതെങ്ങനെ റൂം വരുന്നത് കേട്ടോ. ഇത് 3 ആളുണ്ടായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തതാണ്. വേറെ റൂം ഉണ്ടെന്ന് അവിടെ കാണിച്ചേ. ലൈറ്റ് ഇട്ടോ മോനെ. സെറ്റ് അയ്യോ നല്ല പുറത്ത് മറ്റേ പൂളിൻ്റെ വ്യൂ ആണ്. പക്ഷേ രാവിലെ കാണുള്ളൂ അല്ലേ. കിടക്കാൻ നേരം നിങ്ങളോടൊരു കാര്യം ഉണർത്തണമെന്ന് തോന്നി. എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ റമളാൻ കഴിഞ്ഞ ഒരു സമയത്താണല്ലോ. റമളാനിൽ നമുക്ക് നിസ്കരിക്കാൻ നമ്മൾ തറാവീഹ് റമളാൻ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കൂടെയുള്ള വിത്ർ നിസ്കാരം നമുക്കിപ്പോഴും എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് പതിവാക്കാവും പറ്റുന്ന ഒരു സംഭവമാണ്. വെറും 3 റക്അത്ത്, ചുരുങ്ങിയത് 3 റക്അത്ത് വിത്ർ നമ്മൾ പതിവാക്കാൻ ശ്രമിച്ചാൽ അതിനെക്കൊണ്ടുള്ള വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയം വിത്ർ ഏറ്റവും അവസാന സമയത്തിലേക്ക് മാറ്റി വെക്കലാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയത്ത് പോയി വുളു ചെയ്ത് വന്ന് 3 റക്അത്ത്, ആദ്യം 2 പിന്നെ 1 വിത്ർ നിസ്കരിച്ചിട്ട് കിടക്കാൻ കഴിഞ്ഞാൽ, 1 വുളുവോടുകൂടി നമുക്ക് ഉറങ്ങാൻ പറ്റും. 2 ഉറങ്ങാൻ പോകുന്നൊരു സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്തു എന്നുള്ളൊരു വലിയ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു നല്ല അടിമയായ അള്ളാഹു നമുക്ക് ജീവിക്കാൻ ഭാഗ്യം തരട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വിത്ർ നിസ്കാരം പതിവാക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഗുഡ് മോർണിംഗ് എവ്രിവൺ. നമ്മളെ റിസോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ റിസോർട്ട് എന്നതിലപ്പുറം, ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു കൊടുത്തേ. ആ കാണുന്നത് പോലെയാണ് ഓരോ വില്ലകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബ്രിട്ടീഷ് ടച്ച് ആർക്കിടെക്ചറാണ് ഇവർ ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ഈ ഒരു സംഭവം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് നമ്മളെ ഫോളോവേഴ്സിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഈ വെക്കേഷൻ കാലത്ത് ഒരു സ്റ്റേ തരാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള സന്തോഷം സർപ്രൈസായിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, അതിതായിരുന്നു. നമുക്കതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ റിസോർട്ട് നമുക്കൊന്ന് ചുറ്റി കണ്ടുവെക്കാം. ബായ. നമ്മൾ പൂളിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. മാഷാ അല്ലാഹ്. അടിപൊളി ബാങ്ക് കിട്ടാം. മാഷാ അല്ലാഹ്. ലാ ഹൗല വലാ
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ വന്നിട്ട് നല്ല സമാധാനപരമായിട്ട് താമസിക്കാനും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയൊരു ഏരിയ. നമ്മളിവിടെ നിന്ന് നിസ്കരിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നിസ്കരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നിസ്കരിക്കുമ്പോൾ പുരേന്നൊക്കെ ആണെങ്കിൽ പള്ളിയിൽ നിന്നാണെങ്കിൽ പരമാവധി തൊപ്പി ധരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇവരോടും നിങ്ങളോട് എല്ലാവരോടും. കാരണം വെച്ചാൽ നിസ്കാരം അള്ളാഹിൻ്റെ മുന്നിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ നല്ല തൊപ്പി നല്ല വസ്ത്രം ഒക്കെ ധരിച്ച് അതേപോലെ നല്ല സർവീസായിരുന്നു. വളരെയേറെ ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായൊരു പ്രോപ്പർട്ടിയാണ്, സംശയമില്ല. അങ്ങനെ ഇറങ്ങേണ്ടതാ. പേരെന്താ? വിനായക് നീരജ്. ഇവർ പ്രയർ മാറ്റൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരുകയും എല്ലാ സൗകര്യങ്ങളും വെച്ചു. ഒരുപാട് നന്ദി മോനെ. അടിപൊളി ഗെയിമിൻ്റെ സംഭവങ്ങൾ കിട്ടാ. ഓരോന്ന് കാണിച്ചു തരാം. ഒന്ന് ഇത് മുട്ടടാ ഇമ്പാ ടേബിൾ ടെന്നീസ് ഇട്ടാ. നമ്മൾ ഇതുണ്ടേ ഫുട്ബോളിലെ ഈ സാധനം ഗോൾ. പിന്നെതാ എവിടെ അധികം കാണാത്തൊരു സാധനം ഇത്. എടാ ഇത് ഫൈസ് ആയിരിക്കും. ഫൈസ് വാ. ആര് ജയിക്കും? അത് ഗോൾ പോസ്റ്റ് അടുപ്പിച്ചിടണം. ഓക്കെ റെഡി. മതിയടോ മതിയടോ. ആ ബാറ്റ് എന്താ തിന്നോ? റെഡി റെഡി റെഡി. കൊൽക്കത്തയെ തോപ്പിച്ച്. പിന്നെ സ്നൂക്കർ ഉണ്ട്. ഇതെന്തിനറിയോ? ഇതെന്തിനാ പറയാൻ പറ്റോ? കറക്റ്റ് ആര് പറയും? കറക്റ്റ് ആര് പറയും? കറക്റ്റ് ആര് പറയും? നോ നോ ചെസ് അല്ല, പഞ്ചഗുസ്തി. പിന്നെ ഈ സാധനം ഉണ്ട്. അവാ ഇതെങ്ങനെ? ഓക്കെ ആ ഇത് നോക്കാം. ഇത് ആരാ കറക്റ്റ് ഇടാൻ നോക്കാം. ഓക്കെ ഇതെങ്ങനെയാണിത്? ഇതെന്തത്? ഇതെങ്ങനെയാണ്? എടാ ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് അടിക്കും. ഇത് പുറത്തേക്ക് ഉറപ്പാ. കൊൽക്കത്തയിൽ നിന്നും നമ്മുടെ ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്ത ഫായിസ് പുറത്തേക്ക് അടിക്കുന്നു. മാഷാ അല്ലാഹ്. ഇനി നമ്മളെ യാത്ര നേരെ ഊട്ടിയിലേക്കാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ നേരത്തെ താമസിച്ച ടാലൻറ്റ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ വെക്കേഷൻ സമയത്ത് സ്റ്റേ ചെയ്യാനുള്ള ആ ഫ്രീ ആയിട്ടുള്ള സ്റ്റേ എങ്ങനെ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഇത് സംബന്ധിച്ച് ഒരു റീൽസ് കിടപ്പുണ്ട്. ആ റീൽസിൽ ആ വീഡിയോക്ക് താഴെ അതിൽ പറഞ്ഞിട്ടുള്ള പിന്നെ കമൻസും ഷെയറും ഒക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ പങ്കാളികളാകുക. അതായത് യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഈ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ റീൽസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെങ്ങനെയും പങ്കെടുക്കുക. നല്ല അർഹതപ്പെട്ട ഒരു കപ്പിൾസിന്, ഒരു ഫാമിലിക്ക് തന്നെ അത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മളെ യാത്ര ഊട്ടിയിലേക്ക് പോവാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഊട്ടിയിലുള്ള ഒരു മക്കാമ് ലക്ഷ്യം വെച്ചാണ് സത്യത്തിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങിയത്. ആ മക്കാമിൽ നമുക്ക് പോകണം. ഊട്ടിയിൽ വരുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ആ മക്കാമിലൊക്കെ തീർച്ചയായിട്ടും ഇനി വിസിറ്റ് ചെയ്യുക, സിയാറത്ത് ചെയ്യുക. ഞാൻ ചെറുപ്പത്തിൽ ഫാദിലിസ്ഥാനിലൂടെ പോയതാണ്. ഉസ്താദാണ് നമുക്ക് ഈ ഒരു സംഭവമൊക്കെ പരിചയപ്പെടുത്തുന്നത്.
അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമീൻ. നമ്മളെ ഏറ്റവും പരമപ്രധാനമായ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഊട്ടി ടൗണിൽ നിന്ന് കുറച്ച് അകലെ. നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല തണുപ്പുള്ള നല്ല അറ്റ്മോസ്ഫിയറുള്ള എന്ന നല്ലൊരു സിയാറത്ത് കേന്ദ്രം കൂടിയാണിത്. അറിയാത്ത ആളുകൾ ഈ കാണുന്ന ഗൂഗിൾ മാപ്പിൽ തണുത്തിട്ട് പറയാനില്ല. ചെരുപ്പ് കൊടുക്കാം ആണോ? ഓക്കെ. ചെരുപ്പ് ഇവിടെ അയച്ചിട്ടിട്ട് നടക്കണം. ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ നീ എടുക്കുന്നില്ല. ഇവിടെ കയറി വരുമ്പം തന്നെ വലിയൊരു കാട്ടുപോത്തിനെ കണ്ടിട്ടാ. അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചുകൂടി വരാൻ പറ്റിയൊരു വരണമെന്ന് അറിയിക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ ഹസൻ ഷാ ഖാദിരി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മക്കാമിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് സിയാറത്ത് ചെയ്യാം. ഇതാട്ടോ മക്കാമിൻ്റെ ഒരു എൻട്രൻസ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു മഗ്രിബോടെ 6-6:30 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ആവും. നമ്മളെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മക്കാം തുറന്നിട്ടില്ല. ഇതാ അവരുടെ പേരാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സയ്യിദ് ഹസൻ ഷാ ഖാദിരി റളിയല്ലാഹു അൻഹു. സിയാറത്ത് ചെയ്യാല്ലേ? അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്നലെ ഞങ്ങൾ ഊട്ടി സിയാറത്തൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയതുകൊണ്ട് ഊട്ടിയിൽ കുറേ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് ഗൂഡല്ലൂർ പാക്കണ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിലേക്കാണ്. അവിടെ ഇപ്പോൾ സുബഹി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവിടുത്തെ തേയിലത്തോട്ടമൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്ത് രസമാണെന്നറിയോ, ഈ നാട് അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇറങ്ങിയ പാട് കണ്ടൊരു സ്ഥലമാണ് ഇത്. ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി കണ്ടുവരാം. കമോൺ. പച്ചത്തുബ്ബാവിൽ എൻ കൺകൾ പതിയേണം, പാപത്തിൽ മുഴുകിയ പാപീനാണേ, അഴുത് തൊഴുത് ഹബീബെ അടയ്ക്കിன்றேன், ബദലും கிடைத்திடுமோ, ഹബീബിൻ അൻപും கிடைத்திடுമോ, ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വ്ളോഗിൻ്റെ ഒരു ലാസ്റ്റ് സെഷനിൽ നമ്മളുള്ളത്. ആ കാണുന്ന മലേൻ്റെ മുകളിൽ നമ്മൾ കയറുന്നു, നല്ല 1-2 ഫോട്ടോസ് എടുക്കുന്നു, വ്ളോഗ് അവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. കമോൺ ചാടു. നമ്മൾ ഇത്രയും കയറിയിട്ടാ താഴത്ത് കാണിച്ചിട്ട് പഠിച്ചവനെ കൊയങ്ങിട്ടാ. ഇപ്പൊ കയറിയ ഏകദേശം അത്രയും കൂടി കയറിയാലേ ആ മല കുന്നെന്താ അത്, പാറക്കല്ല്. ഓ ഇതാ നമ്മളിതാ പാറന്റെ അടുത്തെത്തി. കയറാൻ പോവാന്ന് കഴിയണോ? വിശ്വാസമില്ല. അപ്പോൾ ഞങ്ങൾ പാറൻ്റെ മുകളിൽ അൽഹംദുലില്ലാ എത്തി. സംഭവം ഡേഞ്ചറാണ്, എന്നാലും നല്ല സൂക്ഷിച്ച് എല്ലാവരും ഒത്തൊരുമയോടെ കയറിയത് കൊണ്ട്. ഏതൊരു കാര്യത്തിലും ഒത്തൊരുമ വളരെ വളരെ നിർബന്ധമാണ്. എപ്പോഴും നല്ല ഒരുമയോടെ നിൽക്കുമ്പോഴാണ് അതിന് ഭംഗിയും സമാധാനവും ഉണ്ടാകുക. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള നല്ല ധാരാളം സമയങ്ങൾ ഇനിയും തരട്ടെ.